കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജോലിയുടെ കാര്യം പറഞ്ഞ് സുധീഷ് നിധിയുടെ വീട്ടിലേക്ക് പോവാൻ തടസ്സം പറയുമ്പോഴേക്കും സുഭാഷും ഹരീഷും അവനെ പറഞ്ഞുവിടാനായി നിർബന്ധിക്കുകയാ. സുധീഷ് ഏട്ടൻ ചെല്ല്, തോമസ് ഏട്ടനെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താമെന്ന് ഹരീഷ് പറയേ. ഞാനൊന്ന് ഫോൺ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് പിൻവശത്തേക്ക് പോവുകയാ. സുധീഷ് ഫോൺ വിളിക്കുന്ന പോലെ അഭിനയിച്ച് പിന്നാമ്പുറത്തെത്തി. ഇയാൾ ശരിക്കും എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എന്നെ നിധിയെ അകറ്റാൻ ഏത് വഴിയായിരിക്കും അയാൾ ഉപയോഗിക്കുന്നത്? എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും അങ്ങനെ വിട്ടുകൊടുക്കേണ്ടെന്ന് മനസ്സിലുറപ്പിച്ച് അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്തായെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. തോമസ് ഏട്ടൻ ആദ്യം പറ്റില്ലെന്ന് പറഞ്ഞു, അവസാനം ഒരു വിധത്തിൽ അസമ്മതിപ്പിച്ചതെന്ന് സുധീഷും. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോവാമെന്ന് സുധീഷ് പറയേ. നീ ചെന്ന് ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന സുഭാഷ് ഏട്ടൻ. സുധീഷ് റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും രാജീവും വിളിച്ച് പറയുന്നുണ്ട്. ജോലി വിട്ട് വരുന്നതിലുള്ള വിഷമമാവും സുധീഷിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ല. ഒന്ന് ചിരിച്ചിട്ട് പോ സുധീഷേ എന്ന്. അത് കേൾക്കെ സുധീഷും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി റൂമിലേക്ക് കയറി പോവുകയാണ്. രാജീവിന്റെ പുച്ഛത്തോടെയുള്ള ചിരി ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹരീഷും ഡ്രസ് പാക്ക് ചെയ്യുന്ന സുധീഷിന്റെ അടുത്തേക്ക് ചെന്ന് സുധീഷ് ഏട്ടൻ പറഞ്ഞതും അയാളുടെ ചില രീതികളും കാണുമ്പോൾ എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. അതെ, നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യണം. അസ്വാഭാവികമായി എന്ത് കണ്ടാലും അപ്പൊ തന്നെ വിളിക്കണമെന്ന് പറയുമ്പോഴേക്കും അത് സംബന്ധിച്ച് ഒരു ചിരിയോടെ ബാഗും എടുത്ത് ഡൈനിങ് ഹാളിലേക്ക് പോവുകയാ സുധീഷ്. സുധീഷ് ബാഗുമായി അങ്ങോട്ടെത്തുമ്പോഴേക്കും പാക്ക് ചെയ്തോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. ഓവെന്ന് സുധീഷ് പറയേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് രാജീവ് എണീക്കുകയാ. പോയിട്ട് വരാൻ സുഭാഷ് ഏട്ടാ എന്ന് നിധിയും സന്തോഷത്തോടെ പറയേ. ശരി മോളെ, പോയിട്ട് വേഗം തിരിച്ചു വന്നേക്കണം. മോളെ, സമയത്തിന് ആഹാരം കഴിക്കണേ എന്നൊക്കെ പറയുന്നത് കേൾക്കെ അവളും ചിരിയോടെ അത് സമ്മതിക്കുക. അത് കേട്ടു നിൽക്കുന്ന രാജീവും ചിരിയോടെ, എന്താ സുഭാഷേ അങ്ങനെ ഒരു നിർദ്ദേശം? ഇത്രയും കാലം ഇവൾ ആ വീട്ടിൽ തന്നെയല്ലേ കഴിഞ്ഞത് എന്ന് ചോദിക്കേ. അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല എന്ന് സുഭാഷ് പറയേ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സുഭാഷ് ഏട്ടന് വലിയ ശ്രദ്ധയാച്ചാ, അതുകൊണ്ട് പറഞ്ഞതായെന്ന് നിധിയും. അപ്പോഴാണ് ടെൻഷനോടെ നിൽക്കുകയായിരുന്ന നികേഷിനെ നിധി ശ്രദ്ധിക്കുന്നത്. അത് കാണേ നിധിയും സങ്കടത്തോടെ തലകുനിച്ച് നിൽക്കുകയായിരുന്ന അവന്റെ അരികിലേക്ക് ചെന്ന് എന്താടാന്ന് ചോദിക്കേ. ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ തന്റെ കണ്ണീര് തുടയ്ക്കുകയാ. അത് കാണേ നിധിയും അയ്യേ നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കേ. എടത്തി വേഗം വരില്ലേ എന്ന് നികേഷും. എന്താ സംശയം? ഞാൻ വരുമെന്ന് നിധിയും. ഒരാഴ്ചക്കൊന്ന് ക്ഷമിക്കും മോനെ, ഇവള് സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത് എന്നവനോടായി ചോദിച്ച് ഡ്രൈവർ എത്തിയോ ആവോ, വരാൻ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് തന്റെ വാച്ച് നോക്കിക്കൊണ്ട് രാജീവ് പറയുന്നുണ്ട്. ഓവ്, രാവിലെ തന്നെ എത്തിയിരുന്നെന്ന് ഹരീഷും. എന്ന വായെന്ന് വിളിച്ച് രാജീവ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നിധി നികേഷിനോടും ഹരീഷിനോടും യാത്ര പറഞ്ഞ് ബാഗ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഏയ് ഏട്ടത്തി, ബാഗ് ഞാൻ എടുത്തോളാം എന്ന് ഹരീഷും. അങ്ങനെ അവരെല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഭാസ്കരനും തന്റെ സൈക്കിളിൽ അങ്ങോട്ടെത്തുകയാ. ഭാസ്കരൻ രാജീവിനോടായി മകളെയും കൊണ്ട് മടങ്ങാണെന്ന് തോന്നുന്നു എന്ന് ചോദിക്കേ. അതെ, മടങ്ങ എന്ന് രാജീവും. നിധി അച്ഛനരികിലേക്ക് ചെന്ന് പോയിട്ട് വരാമച്ച എന്ന് പറയേ. സൂക്ഷിച്ചു പോയിട്ട് വരണം എന്ന് പറഞ്ഞേ ഒരു പൊതി നിധിയുടെ നേരെ നീട്ടി. ദാ ഇത് വെച്ചോ എന്ന് പറയുകയാ. ഇതെന്താന്ന് അവൾ ചോദിക്കേ. നല്ല ചൂടുള്ള വടയാ, ദൂരം കുറെ ഉണ്ടല്ലോ, വണ്ടിയിലിരുന്ന് കഴിക്കാം. 2 നിന്റെ അച്ഛനും കൊടുത്തോ. വലിയ വലിയ ഹോട്ടലിലൊന്നും ഈ ടേസ്റ്റുള്ള വട കിട്ടില്ല. ദാ എന്ന് പറഞ്ഞ് നീട്ടെ. നിധിയും അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട് താങ്ക്സ് പറയുകയാ. വാ മോളെ പോവാമെന്ന് രാജീവ് വിളിക്കേ. നിധിയും സുധീഷും അദ്ദേഹത്തിന്റെ പുറകെ പോവുകയാ. കേറ് സുധീഷേ. മോളും കയറുന്ന രാജീവ് പറയുമ്പോഴേക്കും നിധി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി വീണ്ടും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിനകത്തേക്ക് കയറുകയാ. എല്ലാവരും സങ്കടത്തോടെ ആ കാർ പോകുന്നത് നോക്കി നിൽക്കേ കണ്ണീരോടെ നിൽക്കുകയായിരുന്ന നികേഷിനോടായി നിന്ന് മോങ്ങാതെ മാറി നിൽക്കട എന്ന് ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് അച്ഛൻ പറയുകയാ. സുഭാഷും ഹരീഷും അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അച്ഛനും ടെൻഷനോടെ കട്ടിലിൽ ചെന്നിരിക്കുക. നികേഷ് അപ്പോഴും സങ്കടത്തോടെ ഉമ്മറത്തെ തൂണും ചാരി നിൽപ്പാ. ബീഡി വലിക്കാൻ തുടങ്ങുകയായിരുന്ന അച്ഛനും പെട്ടെന്ന് നിധിയുടെ കാര്യമോർക്കെ ആ ബീഡി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് ടെൻഷനോടെ ഇരിപ്പാ. അവിടെ നിധി അച്ഛന്റെ കൂടെ കാറിൽ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. രാജീവും ഡ്രൈവറും മുൻസീറ്റിലും നിധിയും സുധീഷും പുറകിലെ സീറ്റിലുമാണ് ഇരിക്കുന്നത്. സുധീഷ് മിററിലൂടെ രാജീവിനെ നോക്കുമ്പോഴേക്കും അദ്ദേഹവും വെല്ലുവിളിയോടെ അവനെയൊന്ന് നോക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്ന നിധിയും അച്ഛനെ വിളിച്ച് അച്ഛാ, എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, താങ്ക് യു വെരി മച്ച് എന്ന് പറയേ. അതൊക്കെ സംസാരിക്കാൻ സമയമുണ്ടല്ലോ എന്നച്ഛനും. സുധീഷ് അപ്പോഴും സംശയത്തോടെ അദ്ദേഹത്തിനെ നോക്കിയിരിപ്പാ. മിററിലൂടെ വീണ്ടും സുധീഷിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രൈവറോട് വണ്ടി ഒന്ന് സൈഡാക്കാനായി പറയുന്നുണ്ട് രാജീവ്. ഡ്രൈവർ വണ്ടി സൈഡ് ഒതുക്കി നിർത്തുമ്പോഴേക്കും സുധീഷും നിധിയും സംശയത്തോടെ ഇരിപ്പാ. നിധി സംശയത്തോടെ എന്താ അച്ഛാന്ന് ചോദിക്കേ. ഇപ്പൊ വരാം മോളെ എന്ന് പറഞ്ഞ് ഡ്രൈവറെയും വിളിച്ചിറങ്ങി. രാജീവ് അയാളെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണേ. സുധീഷും സംശയത്തോടെ ഇതെന്താ ഇവിടെ എന്ന് നിധിയോടായി ചോദിക്കുക. കടയെന്ന് വല്ലതും വാങ്ങാനായിരിക്കുമെന്ന് നിധി പറയേ. അതിന് ഇവിടെ എവിടെയെങ്കിലും കടയുണ്ടോ എന്ന് സുധീഷും. അത് കേൾക്കാൻ നിധിയും സംശയത്തോടെ ചുറ്റുപാടും നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഒരു കടയും ഉണ്ടായിരുന്നില്ല. നിധി അപ്പോഴേക്കും സുധീഷിനോടായി ഇന്നലെ രാവിലെ നിങ്ങളോട് അച്ഛൻ മോശമായി സംസാരിച്ചെങ്കിലും നിങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കേ. അതെ അതെ എന്ന് സുധീഷും.
പക്ഷെ പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞല്ലോ എന്ന് നിധി ചോദിക്കേ. അമ്പരപ്പോടെ എന്ത് എന്ന് സുധീഷും. എന്താന്ന് പറഞ്ഞില്ല, പക്ഷേ നിങ്ങൾ സംസാരിച്ചത് കൊണ്ടാ അച്ഛന്റെ മനസ്സ് മാറിയതെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നിധി ചോദിക്കേ. സുധീഷ് അക്കാര്യം ഓർത്തെടുക്കുകയാ. അവൾ എന്റെ കൂടെ വന്നതേ എന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടാ. എന്റെ ഈ ഗെറ്റപ്പ്, എന്റെ ഈ ചാമിങ്, ക്യൂട്ട്നെസ്, ഹ്യൂമർ സെൻസ്, കോൺഫിഡൻസ്, കോമൺ സെൻസ്, എക്സെട്രാ എക്സെട്രാ. ലാലേട്ടനൊക്കെ പറയുന്നത് പോലെ ആരും കൊതിച്ചു പോകും എന്നവൻ രാജീവിനോടായി പറഞ്ഞതോർക്കെ നിധിയോടായി അങ്ങനൊന്നുമില്ല, സത്യം പറഞ്ഞു എന്ന് സുധീഷും. സത്യോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കേ. ആ, ഇയാളുടെ ടെൻഷനും അവരെ മിസ് ചെയ്യുന്നതുമൊക്കെ പറഞ്ഞെന്ന് സുധീഷും. എന്നാലും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നതിൽ മിടുക്കനാണെന്നൊക്കെ എനിക്കറിയാം. ആര് വേണമെങ്കിലും സംസാരിച്ചു വീഴ്ത്താൻ പറ്റുന്ന ആളോ. പക്ഷേ എന്റെ അച്ഛനെ വീഴ്ത്തി കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുധീഷിനോട് സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ അച്ഛൻ വരുമായിരുന്നില്ല അല്ലേ എന്ന് നിധി ചോദിക്കെ. രാജീവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇല്ല എന്ന് സുധീഷും. എന്ന് വെച്ചാനെന്ന് നിധി ചോദിക്കെ. അല്ല, വരുമായിരുന്നില്ലെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞവൻ. അയ്യോ, വാശിക്ക് 2 വാക്ക് കൂടുതൽ പറഞ്ഞത് വരുത്തി വെച്ച കുരുക്കായത്. ഇയാൾ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തൊക്കെ ചെയ്യോ എന്തോ. നിധിയാണെങ്കിൽ അയാളെ വിശ്വസിച്ച് ഇറങ്ങി പോരുകയും ചെയ്തു എന്ന് മനസ്സിൽ ചിന്തിക്കെ. എന്തു പറ്റിയെന്ന് നിധിയും. ഒന്നുമില്ലെന്ന് പറഞ്ഞ് സുധീഷും ഒരു ചിരിയോടെ ഇരിപ്പ. രാജീവ് അപ്പോഴേക്കും ഡ്രൈവറെ പറഞ്ഞുവിട്ട് കാറിനരികിലേക്കെത്തി. സുധീഷിന്റെ സൈഡിൽ ചെന്ന് ഗ്ലാസിൽ തട്ടുമ്പോഴേക്കും സുധീഷും ഗ്ലാസ് താഴ്ത്തുകയാ. ഒന്നിറങ്ങ് എന്ന് രാജീവ് പറയേ. ഞാനോ എന്ന് സുധീഷും. അല്ലാതെ പിന്നെ ആര് എന്ന് ചിരിയോടെ രാജീവ് പറയുമ്പോഴേക്കും നിധിയെ സംശയത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് സുധീഷ് കാറിൽ നിന്നിറങ്ങുകയാ. രവി അത്യാവശ്യമായി ഒരിടം വരെ വിട്ടതാ. സുധീഷിന് വണ്ടി എടുത്താൽ മതി, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്ന ആളല്ലേ എന്ന് പറയുമ്പോഴേക്കും സുധീഷും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരിക്കുക. രാജീവും നിധിയുടെ അരികിലേക്ക് ഇരിക്കുമ്പോഴേക്കും എന്തു പറ്റി, ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ? എന്താ അയാളെ പറഞ്ഞയച്ച് സുധീഷിനോട് ഓടിക്കാൻ പറഞ്ഞത് എന്ന് നിധി ചോദിക്കേ. അതല്ല മോളെ, ഈ സംസാരിക്കാൻ തുടങ്ങി വെച്ചത് നമ്മുടെ ഇടയിൽ നിൽക്കേണ്ട വീട്ടുകാര്യങ്ങളാ. അത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഡ്രൈവർ എന്തിനു കേൾക്കണമെന്ന് കരുതിയാ അയാളെ പറഞ്ഞയച്ചത് എന്നച്ഛൻ പറയുന്നത് വിശ്വസിച്ച് ഓ ഓക്കെ എന്ന് ചിരിയോടെ നിധി. ഇനിയിപ്പോ നമുക്ക് എന്ത് വേണേലും സംസാരിക്കാം, ആരെങ്കിലും കേൾക്കോന്നുള്ള പേടി വേണ്ടല്ലോ. പിന്നെ സുധീഷ് ഒരു അസാധ്യ ഡ്രൈവർ അല്ലേ. അന്ന് നിന്നെ കൊണ്ട് പറന്നല്ലേ പോയത്, അത് നേരിട്ട് കണ്ടതല്ലേ ഞങ്ങള്. സ്പീഡേ ഇയാൾ ഓട്ടിക്കട്ടെ എന്നൊരു ചിരിയോടെ അർത്ഥം വെച്ച് രാജീവ് പറയുമ്പോഴേക്കും സുധീഷും മിററിലൂടെ അദ്ദേഹത്തിനെ നോക്കിയിരിപ്പാ. പിന്നീട് അവൻ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നിധിയും സ്നേഹത്തോടെ അച്ഛന്റെ കൈകളിൽ ചേർത്ത് പിടിക്കുമ്പോഴേക്കും എന്താടാന്ന് അച്ഛനും. ഞാനൊന്നീ തോളിൽ ചാരിക്കോട്ടെ എന്ന് നിധി ചോദിക്കുന്നത് കേൾക്കെ. എന്തൊരു ചോദ്യടാ ഇത് എന്ന് വിളിച്ച് രാജീവ് അവളെ തന്റെ തോളിലേക്ക് ചേർത്ത് കിടത്തുകയാ. നിധിയും അച്ഛനോട് ചേർന്നിരുന്ന് സന്തോഷത്തോടെ കരയുമ്പോഴേക്കും മിററിലൂടെ നോക്കുന്ന സുധീഷിനോടായി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാ. പിന്നീട് അവിടെ മെക്കാനിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷിനെയാണ് കാണിക്കുന്നത്. ജോലിക്കിടയിലും അവൻ ഇടയ്ക്കിടെ നീതു അങ്ങോട്ട് വരുന്നുണ്ടോന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കണ്ട ടിറ്റോയും ആരെയും ആശാനെ ഇങ്ങനെ നോക്കുന്നത്, ചന്തു പഞ്ചറൊട്ടിച്ച് ഇപ്പൊ വരും എന്ന് പറയേ. അവൻ വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താടാ എന്ന് ഹരീഷും. അത് ശരി, അപ്പോ സഹപ്രവർത്തകരോട് അത്ര സ്നേഹമേ ഉള്ളൂ അല്ലേ ആശാനെ എന്ന് ടിറ്റോ ചോദിക്കേ. എടാ വണ്ടി എടുക്കാൻ അവൾ എന്താ വരാത്തേന്ന് ഹരീഷും. ആര് എന്ന് ടിറ്റോ ചോദിക്കേ. വൈകിട്ട് വരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് ഹരീഷും. അവരുടെ കാര്യം ആശാൻ ഈ പറയുന്നെന്ന് ടിറ്റോ വീണ്ടും സംശയത്തോടെ ചോദിക്കേ. എടാ ആ വണ്ടി ആരുടെയാന്ന് നിനക്കറിയില്ലേ എന്ന് നീതുവിന്റെ വണ്ടി ചൂണ്ടിക്കൊണ്ട് ഹരീഷ് ചോദിക്കുക. ഓ ഈ വണ്ടിയുടെ തൊണ്ടവേദന ഇതുവരെ മാറിയില്ലേ ഹരീഷേട്ടാ. ഇഗ്നീഷ്യം ഓഫ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെന്നും പറഞ്ഞ് വണ്ടിയുടെ പണി തീർക്കാൻ ഒരു ദിവസം ഹരീഷേട്ടൻ എടുത്തെന്ന് ഓർക്കുമ്പോഴാ എന്ന് ടിറ്റോ പറയേ. അതിനും ചില കേടൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഹരീഷും. ഇപ്പോ ആ കേടൊക്കെ മാറിയൊന്ന് അവൻ ചോദിക്കേ. കുറച്ചൊക്കെ എന്ന് ഹരീഷും. അപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന നീതുവിനെ കാണുന്ന ടിറ്റോയും. എന്നാ പിന്നെ ആ കാര്യേ ആ നടന്നു വരുന്ന ആളിനോടൊന്ന് പറഞ്ഞേക്ക് എന്ന് പറയേ. ഹരീഷ് തലയുയർത്തി നോക്കുമ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന നീതുവിനെ കാണുന്നത്. അവൾ അങ്ങോട്ട് വന്ന് ഹരീഷിനോടായി വണ്ടി റെഡിയായോ എന്ന് ചോദിക്കേ. ഇന്നലെ വൈകിട്ട് വരാൻ പറഞ്ഞതല്ലേ, എന്താ വരാഞ്ഞെന്ന് ഹരീഷും. തിരക്കായി പോയി എന്നവൾ പറയേ. എന്താ ഇത്ര വലിയ തിരക്കെന്ന് ഹരീഷും. ഒരു 100 കൂട്ടം തിരക്കുണ്ടാവും, അതൊക്കെ ഇയാളോട് നീതു ചോദിക്കേ. നന്നാക്കി കഴിഞ്ഞാൽ ഇവിടെ വെക്കാൻ പറ്റുമോ, എടുത്തു കൊണ്ടുപോയാലല്ലേ അടുത്ത വണ്ടി കയറ്റാൻ പറ്റൂ എന്ന് ഹരീഷും. അതുകൾക്ക് നീതുവും ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നിശ്ചയത്തിന് തീയതി കുറിക്കാൻ വരുമ്പോ വർക്ക്ഷോപ്പിലെ വണ്ടിയുണ്ട്, അതെടുത്തിട്ട് വരാന്ന് പറയാൻ പറ്റുമോ എന്ന് പറയേ. ചെറുക്കന്റെ വീട്ടിൽ നിന്നോ, ഏത് ചെറുക്കനെന്ന് ഹരീഷും. പിന്നെ കെട്ടാൻ വരുന്ന ചെറുക്കന്റെ വീട്ടിൽ നിന്ന് നീതു പറയുന്നത് കേൾക്കെ ഹരീഷ് പൊട്ടിച്ചിരിക്കുക. അത് കണ്ട് ദേഷ്യത്തോടെ നീതുവും. എന്താ ചിരിക്കുന്നേ, 2 മാസം കഴിഞ്ഞ എന്റെ കല്യാണമായെന്ന് നീതുവും. എന്നിട്ട് ചെറുക്കൻ ചരക്കു കപ്പലിൽ എണ്ണ കയറ്റി പോകുമ്പോ നീയും പോവുമല്ലേ സ്ട്രാങ്കായിട്ട് എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേൾക്കെ നീതു ദേഷ്യത്തോടെ ടിറ്റോയെ നോക്കുകയാ. സോറി സിസ്, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സത്യം ഹരീഷേട്ടനോട് പറഞ്ഞു പോയി എന്നവൻ പറയുന്നത് കേൾക്കെ എന്നവൻ പറയേ. അവളൊരു സ്പാനർ എടുത്ത് അവനൊരു ഏർ വെച്ച് കൊടുക്കുകയാ. എന്തിനിങ്ങനെ നുണ പറയണെന്ന് ഹരീഷ് ചോദിക്കേ. എന്നിട്ട് വിശ്വസിച്ചില്ലേ, ശരിക്കും ഷോക്കായില്ലേ, അതിനുവേണ്ടി തന്നെയാ എന്നവൾ പറയേ. എന്തിനെന്ന് ഹരീഷും.
മൂക്കിൽ പല്ലുമുളച്ച നിന്റെ ചേട്ടനെ പെണ്ണാലോചിച്ചതിന് എന്നവൾ പറയേ ഹരീഷ് ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് ദേ എന്റെ ചേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയേ ചേട്ടനെയല്ല ഇയാളെയാ പറഞ്ഞത് വൃത്തികെട്ടവൻ എന്ന് നീതുവും സോറി അന്ന് ഞാൻ സോറി പറഞ്ഞതല്ലേ അന്ന് അങ്ങനെ പറ്റിപ്പോയി പ്ലീസ് അതൊന്ന് വിട്ടേക്കെന്ന് ഹരീഷും അത് കേൾക്കെ അവളും ശരി ശരി പണി കഴിഞ്ഞോ എന്ന് ചോദിക്കേ എന്ന് ഹരീഷും എത്രയായിന്ന് നീതി ചോദിക്കേ കാശൊന്നും വേണ്ട ഫ്രീ ആയെന്ന് ഹരീഷും ഓഹോ ശരി ഓടിച്ചു കാണിക്കുന്ന നീതു പറയേ അത് വണ്ടി എടുക്കുന്നവർ ഓടിച്ചാ പോരെ എന്ന് ചോദിച്ചവൻ അവളുടെ സ്കൂട്ടി എടുത്ത് ഓടിച്ച് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ദാ റെഡിയായി എന്ന് പറയേ ഇടയ്ക്ക് വെച്ച് നിന്നാലോ എന്ന് നീതുവും എനിക്കില്ലെന്നേ എന്ന് പറഞ്ഞവൻ ഇറങ്ങുമ്പോഴേക്കും അതെങ്ങനെ ഉറപ്പിക്കുമെന്നേ എന്ന് നീതുവും കേൾക്കെ ടിറ്റോയും അങ്ങനെയാണെങ്കിൽ ഞാൻ ഓടിച്ചാൽ മതിയോ എന്ന് ചോദിക്കേ ഇയാൾ അങ്ങനെ ഓടിക്കണ്ട എന്ന് പറഞ്ഞ് ഹരീഷിനോടായി വണ്ടിയെടുത്ത് ജംഗ്ഷൻ വരെ പോയി വാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും ഹരീഷ് വണ്ടിയെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും നീതുവും അവന്റെ പുറകിലേക്ക് കയറിയിരിക്കുക അത് കാണേ ടിറ്റോയും വാവിളിച്ച് നിൽക്കുമ്പോഴേക്കും ഓടുന്നത് എനിക്കൊന്ന് കാണണ്ടേ എടുക്കെന്ന് ഹരീഷിനോടായി നീതു പറയുകയാ അവൾ അവന്റെ തോളത്ത് കൈവച്ച് ഓടിക്ക് സാറേ എന്ന് പറയുമ്പോഴേക്കും ഹരീഷും വണ്ടിയെടുക്കുകയാ അങ്ങനെ അവർ ജംഗ്ഷനെല്ലാം കറങ്ങി തിരികെ എത്തുമ്പോഴേക്കും ചന്തവും ഒരു സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുകയാ വണ്ടി നിർത്തി പ്രണയത്തോടെ ഹരീഷ് അവളെ നോക്കുമ്പോഴേക്കും അവളും ചിരിയോടെ വണ്ടിയിൽ നിന്നിറങ്ങി ഇനി കേടാവില്ലല്ലോ എന്ന് ചോദിക്കേ ഇനി കേടായാലും കൊണ്ടുവരാലോ എന്ന് ഹരീഷും ഇനി കേടൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനിങ്ങോട്ട് വരണം എന്ന് നീതു ചോദിക്കേ അല്ലെങ്കിലും വെറുതെ വരാലോ എന്ന് ഹരീഷ് പറയുന്നത് ശ്രദ്ധിച്ച് ചിരിയോടെ നോക്കി നിൽപ്പാ ചന്തവും ടിറ്റോയും അല്ലെങ്കിലും എന്തിനു വരണം എന്ന് നീതു ചോദിക്കേ എന്തെങ്കിലും കാര്യം പറഞ്ഞു വരാലോ എന്ന് ഹരീഷും എന്ത് കാര്യം എന്നവൾ വീണ്ടും ചോദിക്കേ അത് എന്തു വേണേലും ആവാലോ എന്ന് ഹരീഷും അതിനെ ഇയാളെന്നെ ലവ് ചെയ്യുന്നൊന്നുമില്ലല്ലോ ഇടയ്ക്കിടെ അന്വേഷിച്ചു വരാൻ എന്ന് നീതു ചോദിക്കേ ചിലപ്പോ ലവ് വന്നാലോ എന്ന് ഹരീഷും ഇത് കേൾക്കെ അവൾ നാണത്തോടെ നിൽക്കുമ്പോഴേക്കും ഹരീഷും അവളുടെ വണ്ടിയിൽ നിന്നിറങ്ങി പ്രണയത്തോടെ അവളെ നോക്കി നിൽപ്പാ അവളും ഹരീഷിനെ പ്രണയത്തോടെ ഒന്ന് നോക്കി ചിരിയോടെ തന്റെ വണ്ടിയെടുത്ത് പോവുകയാ പിന്നീട് നിധിയുടെ വീടിന്റെ മുറ്റത്ത് അരുൺ അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് സിറ്റൗട്ടിൽ തന്നെ ഹേമയും സാന്ദ്രയും അവരുടെ മോളും നിൽപ്പുണ്ട് അപ്പോഴേക്കും നിധിയെയും കൊണ്ട് രാജീവിന്റെ കാർ അങ്ങോട്ടെത്തുകയാ വണ്ടി നിറങ്ങിയ നിധിയും അമ്മയെ കണ്ട് സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് തന്റെ വീട്ടിലെത്തിയ സുധീഷിനെ രാജീവ് നിധി അറിയാതെ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ